നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു സിനിമ റിവ്യൂ അല്ല, കഴിഞ്ഞ കൊല്ലം ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. 2024 നമ്മളെ വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശകലനമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട ഒരു കണക്കുകളുണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലം ഏതൊക്കെ പടങ്ങൾ ഇറങ്ങി, എത്ര അധികം സാമ്പത്തികമായി ലാഭമുണ്ടായി, എത്ര ഫ്ലോപ്പ് ഉണ്ടായി. ഏകദേശം 700 കോടിയോളം നഷ്ടമെന്നാണ് വാർത്തകളിലൊക്കെ കണ്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതനുസരിച്ച് നോക്കിയാൽ, മലയാള സിനിമ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരു വർഷമാണ് 2024. എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് ആദ്യമായിട്ട്, അല്ലെങ്കിൽ ദൃശ്യം 2 ഒരുപാട് ആളുകൾ OTTയിൽ കണ്ടു. പക്ഷേ തിയേറ്ററിൽ വന്ന് കുറേ ആളുകൾ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തമിഴ്നാട്ടിൽ, കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലൊക്കെ പോയി കണ്ട ഒരു സിനിമ, 200 കോടി കളക്ട് ചെയ്ത ഒരു സിനിമ, അത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. അതായത് ഇപ്പോൾ സമീപകാലത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് അത്രയും ഹിറ്റാവാൻ കാരണം ഒരു പരിധി വരെ മനിതർ ഉദർന്നത് കൊല്ലേത് മനിതർ കാതറല്ലേ എന്ന് പറഞ്ഞ് കമൽഹാസൻ്റെ ഡയലോഗ് വളരെ സമർത്ഥമായി എഴുതിയ സ്ക്രിപ്റ്റിലേക്ക് വളരെ ബ്രില്യൻ്റായിട്ട് മിക്സ് ചെയ്തപ്പോൾ അത് തമിഴിലും ഏറ്റെടുത്തു. അത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ അതുമാത്രമല്ല, ആ പടം അത്ര ഹിറ്റാവാൻ കാരണം ശരിക്കും അതിനകത്ത് നല്ല വ്യക്തമായിട്ട് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ സംഭവം അതിന് ഒരുപാട് മൈലേജ് കൊടുത്തു. അതായത് ഈ ഗുണ കേവിൻ്റെ ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അത് കമൽഹാസൻ്റെ കുറച്ച് ഡയലോഗും ആ സിനിമയുടെ ആ മ്യൂസിക്കും എല്ലാം ഒരു പരിധി വരെ അതിന് ഒരുപാട് മൈലേജ് കൊടുത്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇറങ്ങിയൊരു സിനിമയാണ് പ്രേമലു. മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിലെ പ്രേക്ഷകരെ കണക്ട് ചെയ്യിക്കാനുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തപ്പോൾ ഹൈദരാബാദിലെയും ഒക്കെ അവിടെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പ്രേമലു എന്ന വാക്ക് അത് തന്നെ ഒരു തെലുങ്ക്, ആ ഒരു രീതിയിലേക്ക് തെലുങ്ക് ഓഡിയൻസിനെയും കൂടെ കണക്കാക്കി മൊഴിമാറ്റമൊക്കെ ചെയ്ത് തെലുങ്കിലും കുറച്ചധികം അക്സെപ്റ്റൻസ് കിട്ടിയ സിനിമയാണ് പ്രേമലു. ഒരു ഗിരീഷ് ADയുടെ സിനിമകൾ കുറച്ച് കേരളത്തിന് പുറത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു വർഷം കൂടെയായിരുന്നു അത്. ഗിരീഷ് ADയുടെ പ്രേമലു അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയ സിനിമയാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്, ഞാൻ സമ്മതിച്ചു. അതിനൊപ്പം തന്നെ വളരെ ബ്രില്യൻ്റായിട്ട്, വളരെ ബുദ്ധിപരമായിട്ട് എഴുതിയ 2 സിനിമകളായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു ലക്ഷ്യം വെച്ച് വളരെ സമർത്ഥമായിട്ട് എഴുതിയ 2 സ്ക്രിപ്റ്റുകൾ. മൂന്നാമത് വന്ന ഇത് മാർച്ചോ ഏപ്രിലോ വന്ന 3 സിനിമകൾ. ഒന്ന് വർഷങ്ങൾക്ക് ശേഷം, ദെൻ ആവേശം, ദെൻ ജയ് ഗണേഷ്. ഈ 3 സിനിമകളും എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ആവേശം. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ കൊല്ലം തിയേറ്ററിനെ പിടിച്ചു കുലുക്കിയ ഏറ്റവും മനോഹരമായ സിനിമ. ഒരു വലിയ പ്രൊപ്പഗണ്ടയോ ഒരു വലിയ അജണ്ടകളോ ഒന്നും ഇല്ലാണ്ട് കർണാടക, ബാംഗ്ലൂർ ബേസിലുള്ള ഒരു കഥയാണെന്നുള്ള ഒഴിച്ചാൽ പെർഫോമൻസുകൾ കൊണ്ടും സ്ക്രിപ്റ്റ് കൊണ്ടും അല്ലെങ്കിൽ സംവിധാനം കൊണ്ടും എല്ലാം ഒരു പടി മുന്നിൽ മലയാളം സിനിമയെ എത്തിച്ച ഒരു മനോഹര ചിത്രം തന്നെയായിരുന്നു ആവേശം. ഞാൻ ജർമ്മനിയിലെ സിനിമ കണ്ടപ്പോൾ ഒരുമാതിരിപ്പെട്ട സിനിമകളൊക്കെ ജർമ്മനിയിൽ കാണാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന ആ ഒരു ഓളം കിട്ടുന്ന ഒരു പടം ആദ്യമായിട്ടാണ് കാണാൻ സാധിച്ചത്. അത് ആവേശമാണ്. അത് ഒരു പരിധി വരെ രംഗണ്ണനായിട്ട് ഫഹദിൻ്റെ പെർഫോമൻസ്, വളരെ ബ്രില്യൻ്റായിട്ട് പോകുന്ന സ്ക്രിപ്റ്റ്, അങ്ങനെ വലിയ സ്ട്രാറ്റജി ഒന്നും പ്ലാൻ ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഇന്ന ഓഡിയൻസിന് വേണ്ടി പ്ലാൻ ചെയ്യാണ്ട്, ഒരു പ്രൊമോഷനും ഇല്ലാണ്ട് ഇറക്കിയ ഒരു സിനിമ, അതാണ് ആവേശം. അത് എത്രത്തോളം ഹിറ്റായി, ഏത് ലെവലിൽ പോയി. അതിന് ഇന്ന് ഞാനൊരു പാട്ട് കണ്ടു, ഇല്ലുമിനാട്ടി ഏതൊരു പാട്ട്, ആവേശത്തിലൊരു പാട്ട് കണ്ടപ്പോൾ 84 മില്യൺ വ്യൂസാണ് ആ സിനിമയ്ക്ക്. തിങ്ക് മ്യൂസിക് ഇന്ത്യയുടെ പാട്ടുകൾക്കൊക്കെ കിട്ടിയിരുന്നത്. സുശീൽ ശ്യാമിൻ്റെ പാട്ടുകൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു കൊലവറി രീതിയിലൊക്കെ അത്രയും വലിയ അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു മൂവി ആൻഡ് സോങ്സ് എല്ലാം. സോ പിന്നെ നമുക്ക് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു കണക്കുകൾ നോക്കാം. അതായത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഹിറ്റുകൾ എന്ന് പറയുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ്, ഞാൻ പറഞ്ഞു, ആവേശം, ആടുജീവിതം. ഓഫ് കോഴ്സ് ആടുജീവിതത്തിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. പൃഥ്വിരാജ് ആദ്യമായിട്ടാണ് പൃഥ്വിരാജ് ഇത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത് ഞാൻ കാണുന്നത്. ബാക്കി എല്ലാത്തിലും തന്നെ പുള്ളിക്ക് ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിങ് സ്റ്റൈലുണ്ട്. പക്ഷേ ആ എല്ലാ പോരായ്മകളും നമ്മളെ അത് ഓർമ്മിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ മറന്നു കളയില്ലേ, അത് രീതിയിൽ കൈയടക്കത്തോളം വളരെ മനോഹരമായിട്ട്, എസ്പെഷ്യലി
പുള്ളി അങ്ങ് മെലിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എവിടുന്നോ ഭയങ്കരമായിട്ടുള്ളൊരു സ്വാഭാവികത അഭിനയത്തിൽ വന്ന പോലെ എനിക്ക് തോന്നി. ഒരു രക്ഷയില്ലാത്തൊരു പെർഫോമൻസ്, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത. ആടുജീവിതം, പ്രേമലു ഞാൻ പറഞ്ഞു. എ ആർ എം പല പല മിക്സഡ് റിവ്യൂസ് വന്ന സിനിമയാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല തിയേറ്ററിൽ. മാർക്കോ ഡെഫിനറ്റ്ലി എനിക്ക് ഈ സിനിമ കാണാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് വലിയ ഹിറ്റായി, വലിയൊരു ഹിറ്റിലേക്ക് ഉണ്ണിമൂന്നിനെ കൊണ്ടുപോയ സിനിമയാണ്. ദെൻ ഗുരുവായൂർ അമ്പലനടയിൽ വളരെ മിക്സഡ് റിവ്യൂസൊക്കെ വന്ന സിനിമയാണ്. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് കിടിലമായിട്ട് വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ അത് കുറച്ച് തട്ടിക്കൂട്ട് പോലെ വന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അതൊരു ഹിറ്റ് ചാർട്ടിൽ 10-90 കോടി രൂപയോളം കളക്ട് ചെയ്ത സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരുപോലെ ഇഷ്ടപ്പെട്ട കണക്റ്റായ സിനിമയാണ്. ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും എല്ലാം വന്നെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണത്. അതിനോടൊപ്പം തന്നെ ജയ് ഗണേഷ് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ലിസ്റ്റിലുള്ളതല്ല, പക്ഷേ അതിൻ്റെ കൂടെ റിലീസ് ചെയ്ത സിനിമയാണ്. ഹിറ്റ് ചാർട്ടിൽ അടുത്ത സിനിമ കിഷ്കിന്ദ കണ്ടം. വളരെ ബ്രില്യൻ്റായിട്ട് എഴുതിയിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ആസിഫ് അലിയുടെ കിടിലം പെർഫോമൻസ്, ഓഫ് കോഴ്സ് വിജയരാഘവൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഒരു രഞ്ജിത്ത് അയ്യത്താൻ ആണ് അതിൻ്റെ സംവിധായകൻ. അദ്ദേഹം അടിപൊളിയായിട്ട് സംവിധാനം ചെയ്ത് എനിക്ക് തോന്നുന്നു വളരെ ബ്രില്യൻ്റായിട്ട് എഴുതിയിരിക്കുന്നത്. വളരെ ബ്രില്യൻ്റ് എന്നല്ല, അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നത്. അത്ര മനോഹരമായ ഒരു ചിത്രം കിഷ്കിന്ദ കണ്ടം. അത് തിയേറ്ററിൽ വൻ ഹിറ്റായിരുന്നു. അതിനുശേഷം ടർബോയ്ക്ക് മിക്സഡ് റിവ്യൂസ് വന്നു. ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും 70 കോടിയോളം കണക്ട് ചെയ്ത് ഏകദേശം 30-35 കോടിയോളം രൂപ മുതൽ മുടക്കിൽ ചിത്രീകരിച്ച സിനിമ 70 കോടി കളക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായ സിനിമ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ് ടർബോ. ദെൻ സൂക്ഷ്മദർശിനി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ദൃശ്യത്തിൻ്റെ ലെവലിലൊന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ലെങ്കിലും തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് കിട്ടിയ ഒരു സിനിമയാണ് സൂക്ഷ്മദർശിനി. OTTയിൽ ഇറങ്ങി എല്ലാവർക്കും നല്ല അഭിപ്രായം, കൂടുതൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അധികം വരാത്തൊരു സിനിമ. വളരെ ബ്രില്യൻ്റായിട്ട് എഴുതിയിരിക്കുന്ന എക്സിക്യൂഷൻ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് സൂക്ഷ്മദർശിനി തോന്നി. വാഴ കുറേ പേര് പറഞ്ഞു വാഴ വലിയ രസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് വാഴ ശരിക്കും കണക്റ്റായ സിനിമയാണ്. അതായത് നമുക്ക് കണക്ഷൻ കിട്ടണം. ആ കണക്ഷൻ കിട്ടാതിരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ബറോസ് എന്ന സിനിമ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ ആ കണക്ഷൻ മാത്രമാണ് അതിനകത്ത് മിസ്സായത്. അല്ലെങ്കിൽ ബാക്കിയെല്ലാം എത്ര നല്ല മേക്കിംഗ് ഉണ്ടെങ്കിലും കണക്ഷൻ പോയി. നമുക്കൊരു കണക്ഷൻ കിട്ടണം. വാഴ എന്നെ സംബന്ധിച്ച് നല്ലപോലെ കണക്റ്റായ സിനിമയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ചെറിയൊരു വാഴ ആയതുകൊണ്ടാവോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വാഴ ആയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് പേഴ്സണലി കണക്റ്റായ സിനിമയാണത്. ദെൻ എബ്രാഹിം ഓസ്ലർ എന്നെ സംബന്ധിച്ച് ശരാശരി അനുഭവം മാത്രമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ മമ്മൂക്ക വന്ന ആ ഒരു മൊമെൻറ്റ് മുതൽ ആ സിനിമ ഒരുപാട് എലിവേറ്റായി. വളരെ ഡ്രാഗിങ് രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സിനിമ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസും ആ ഒരു പാട്ടും എല്ലാം കൊണ്ടും വന്ന സാമ്പത്തികമായി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമ തന്നെയാണ് എബ്രാഹിം ഓസ്ലർ. ദെൻ പണി ഓഫ് കോഴ്സ് നമ്മൾ അറിയാം, ജോജുവിൻ്റെ കിട്ടില്ല ഒരു വർക്കായിരുന്നു. നല്ല അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്ത സിനിമ. വില്ലന്മാരെ നമുക്ക് തന്നെ കൊല്ലാൻ തോന്നുന്ന രീതിയിലുള്ള പെർഫോമൻസുകൾ ഉണ്ടായിരുന്ന സിനിമ. പണിയും തിയേറ്ററിൽ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ്. ദെൻ റൈഫിൾ ക്ലബ്ബ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ വർഷം അവസാനം ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമ ഞാൻ കണ്ടു. എനിക്ക് ഏറ്റവും അവസാനം അതിനകത്ത് അനുരാഗ് കശ്യപിൻ്റെ പെർഫോമൻസ് ഒഴിച്ച് അത് കുറച്ച് കോമഡി ആയി പോയാലും എനിക്ക് തോന്നി. പക്ഷെ അല്ലാതെ നോക്കുമ്പോൾ വളരെ ബ്രില്യൻ്റായിട്ട് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ്. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് നല്ല രസമായിട്ട് കോമഡി കാര്യങ്ങളെല്ലാം ബ്ലെൻഡ് ചെയ്യിച്ച് വളരെ ബ്രില്യൻ്റായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കിടിലം, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് പ്രതിഫലിപ്പിച്ച, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റിനെ സൂപ്പറാക്കി മാറ്റിയ ആഷിഖ് കപൂറിൻ്റെ റൈഫിൾ ക്ലബ്ബ് എടുത്തു പറയേണ്ട ഒരു ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ്. തലവൻ ഓഫ് കോഴ്സ് ജിസ് ജോയുടെ സിനിമയാണ്. വളരെ നല്ല രസമായിട്ട് അത് എടുത്തിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തീമായിരുന്നു. പുള്ളി ഒരു വേറെ ട്രാക്ക് പിടിച്ച പോലെ, അതായത് ആസിഫ് അലിയുടെയും ബിജുമേനോൻ്റെയും വെച്ചിട്ട് ജിസ് ജോയുടെ ഒരു ഡിഫറെൻറ്റ് ടാക്കേഴ്സ് നല്ല രസമായിട്ട് എടുത്തേക്കണമല്ലോ. ഒന്നതിൻ്റെ ട്വിസ്റ്റൊക്കെ കുറച്ച് നല്ലതായിരുന്നു. തലവനും സൂപ്പർ ഹിറ്റിൽ ആയിട്ട് പോയ സിനിമയാണ് കഴിഞ്ഞ കൊല്ലം. ദെൻ നുണക്കുഴി എന്നെ സംബന്ധിച്ച് ഒട്ടും വർക്കാവാത്ത സിനിമയാണ്. പക്ഷേ ഒരു സിനിമയ്ക്ക് ഒരു തലവരയുണ്ട്. ആ സിനിമയും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ്. സാമ്പത്തികമായി വിജയം നേടിയ ജിത്തു ജോസഫിൻ്റെ സിനിമയാണ്. ദെൻ ഹലോ മമ്മി എനിക്ക് വലിയ കാര്യമായിട്ട് കണക്റ്റായ സിനിമയല്ല. ബട്ട് ഇൻ എനി കേസ് ആ സിനിമയും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമ. മന്ദാകിനി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചാണ്. അതിൻ്റെ ബഡ്ജറ്റ് വളരെ കുറവാണ്.
മന്ദാകിനി അങ്ങനെ ഭയങ്കര വലിയൊരു സിനിമയായിട്ട് എനിക്ക് തോന്നില്ല. ഞാൻ ഓൾറെഡി റിവ്യൂ പറഞ്ഞതാണ്. ഒരു തട്ടിക്കൂട്ട് സിനിമ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബട്ട് ഇൻ എനി കേസ് അതും സാമ്പത്തികമായി ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമ. അഞ്ചക്കള്ളക്കോക്കാൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു. ഒരു പുതിയ രീതിയിലുള്ള അറ്റംപ്റ്റ്, നല്ല രസമായിട്ട്. ചെമ്പൻ്റെയൊക്കെ പെർഫോമൻസ് ഭയങ്കര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് കിടിലമായിരുന്നു. അത് അടിപൊളിയായിട്ട് അതും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. അന്വേഷിപ്പിൻ കണ്ടെത്തും, ഓഫ് കോഴ്സ് അതൊരു കിടിലം പടമായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് വലിയൊരു ഹിറ്റായി മാറേണ്ട സിനിമയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വേറെ കുറേ സിനിമകളുടെ ഇടയ്ക്കായി പോയതുകൊണ്ട് ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചെങ്കിലും വലിയൊരു 100 കോടിയിലേക്ക് എത്താൻ മാത്രമേ നല്ല രസമായിട്ട് എടുത്തൊരു സിനിമയായിരുന്നു. ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ തവണ കൊടുത്ത കണക്ക്. 25ാമത്തെ ലിസ്റ്റിൽ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് മൾട്ടി ലാംഗ്വേജ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എ സർട്ടിഫിക്കറ്റോട് കൂടി ഇറങ്ങിയ സിനിമയാണ് അത്. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ആ സിനിമയും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച സിനിമയാണ്. ദെൻ എക്സ്ട്രാ ഡീസൻറ്റ് 2025, 24 ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എക്സ്ട്രാ ഡീസൻറ്റ് സിനിമ ഞാനത് പേഴ്സണലി കണ്ടിട്ടില്ല. ദെൻ OTTയിൽ വന്ന് ഭയങ്കര, അതായത് തിയേറ്ററിൽ അത്യാവശ്യം പിടിച്ചു നിന്ന് OTTയിലും ലാഭം ഉണ്ടാക്കിയ സിനിമകൾ ഇതൊക്കെയാണ്. മുറ സുരാജ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് പുതുമുഖങ്ങളും കൂടി. ഞാൻ ആ സിനിമ കാണുന്നേ ഉള്ളൂ. ആ സിനിമ അത്യാവശ്യം OTTയിൽ ഹിറ്റായ സിനിമയാണ്. പല്ലുട്ടി 90 കിഡ്സ് ഞാൻ കണ്ടു. വളരെ മനോഹരമായ സിനിമ തുടങ്ങി ആദ്യം കുറച്ച് നേരമൊക്കെ എനിക്ക് കുറച്ച് അമച്വറായിട്ടുള്ളൊരു ഒരു ആക്ടിംഗ് ഒക്കെ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി കുറച്ച് സമയത്ത് തോന്നിയത്. പിന്നെ അങ്ങോട്ട് സിനിമ ഫ്ലോ ചെയ്ത രീതി, എസ്പെഷ്യലി അവസാനം സൈജു കുറുപ്പ് വന്നിട്ടുള്ളതും, ദെൻ ബാലു വർഗീസിൻ്റെ പെർഫോമൻസും, ദെൻ അർജുൻ അശോകും നല്ല രസമായിട്ട് ഒരുപാട് നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് തന്ന സിനിമയാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ പല്ലൊട്ടി തന്നെ മിഠായിയും, നമ്മുടെ ഇതിൻ്റെ പേര് പല്ലൊട്ടിയാന്ന് അറിയാൻ പാടാന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ മിഠായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അങ്ങനെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്ത സിനിമയാണ്. അവസാനം നമുക്ക് ഇത്ര കണ്ണൊക്കെ നനയണ രീതിയിൽ ചെറിയ വിഷമമൊക്കെ വരും, അതുപോലത്തെ ഒരു സിനിമയാണ്. അതിനകത്ത് ആ പയ്യനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് നമ്മുടെ ബാലു വർഗീസിൻ്റെ ചെറുപ്പം ചെയ്ത കണ്ണേട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ പയ്യൻ സൂപ്പറായിട്ട് ചെയ്തു. ഇവർക്ക് മുതിർന്ന ക്യാരക്ടേഴ്സിനൊന്നും അത്ര വലിയ പെർഫോം ചെയ്യാനൊന്നുമില്ല. ബട്ട് ഈ പിള്ളേർ രണ്ടുപേരും നല്ല രസമായിട്ട് ആക്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ദെൻ ഗോളം രഞ്ജിത്ത് സജീവ് പുതിയ നായകൻ, നമ്മൾ കൽബിലെ നായകൻ്റെ സിനിമയായിരുന്നു. അതായത് ഗോളം എനിക്ക് പേഴ്സണലി നല്ലപോലെ കണക്റ്റായ സിനിമയാണ്. ഗോളത്തിന് സെക്കൻഡ് പാർട്ടൊക്കെ വരും എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിച്ചത്. വളരെ വെറൈറ്റിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലുള്ള സിനിമ, നല്ല രസമായിട്ട് അവതരിപ്പിച്ച സിനിമ. ഗഗനചാരി തുടക്കത്തിൽ ഞാൻ കണ്ടു. എനിക്കത് പേഴ്സണലി ഭയങ്കര കണക്റ്റ് ആവാത്തതുകൊണ്ട് ഞാനത് ഫുൾ കണ്ടില്ല. അത് സ്റ്റിൽ പെൻഡിങ് ആണ്, എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സിനിമയാണ്. പക്ഷേ എന്തോ തുടക്കത്തിൽ കുറേ സംഭവം കണ്ടപ്പോൾ എനിക്ക് അത്ര ഇങ്ങോട്ട് കണക്റ്റ് ആയില്ല. അതുകൊണ്ട് അങ്ങനെ എവിടെയോ പോസായിപ്പോയി. ദെൻ ഐ ആം കാതലൻ മിക്സഡ് റെസ്പോൺസ് വന്നു എന്നാണ് ലിസ്റ്റിൽ കണ്ടത്. മിക്സഡ് റെസ്പോൺസ് വന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. കാരണം എനിക്ക് മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കിടിലമായിട്ട്, അതായത് 1.25 മണിക്കൂറുള്ള ഒരു കൊച്ചു സിനിമയാണ്. എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ്, എൻഗേജിങ് ആയിട്ടാണ് ആ സിനിമ കൊണ്ടുപോകുന്നത്. ആ സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് വന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ പോലെ പ്രേമലുവും അല്ലെങ്കിൽ അതിന് മുൻപിലത്തെ സിനിമകളൊക്കെ ഹിറ്റായ നമ്മുടെ നാട്ടിൽ ഈ സിനിമ വളരെ മനോഹരമായിട്ട് കോമഡി എല്ലാം വൃത്തിയായിട്ട് ബ്ലെൻഡ് ചെയ്ത ഒരു മനോഹര സിനിമയായിരുന്നു ഐ ആം കാതലൻ. എനിവേ, എന്തുകൊണ്ടോ ആ സിനിമ മിക്സഡ് റെസ്പോൺസ് വന്നു. OTTയിൽ വരുമ്പോൾ ചിലപ്പോൾ ആളുകൾ കുറച്ചുകൂടെ ആ സിനിമ സൂപ്പറാണെന്ന് പറയുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇനി തിയേറ്ററിൽ ഫ്ലോപ്പായി OTTയിൽ ഹിറ്റായ സിനിമകൾ, അതായത് ഒന്ന് ആട്ടത്തിൻ്റെ സ്ക്രിപ്റ്റാണ്. നമ്മളിതുവരെ കണ്ട് കേട്ടുപോലും ഇല്ലാത്ത ഒരു സ്ക്രിപ്റ്റ്, മനോഹരമായൊരു എക്സിക്യൂഷൻ, അവസാനമൊക്കെ നമ്മൾ വണ്ടറടിച്ച് പോകുന്ന ഒരു എക്സിക്യൂഷനാണ്. വളരെ മനോഹരമായി ഇറങ്ങിയ ഒരു സിനിമയാണ്. 2024 ജനുവരി തന്നെ ഇറങ്ങിയ സിനിമയാണ്. ആ കൊല്ലം സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ ആട്ടം റിലീസ് ചെയ്തതുകൊണ്ടാണ്. സൂപ്പർ സിനിമയായിരുന്നു അത്. ഭയങ്കര 14 സത്യമൊക്കെ ആയിട്ട് അവസാനം അത് പല വെറൈറ്റിയിൽ എടുത്തേക്കണമല്ലോ. മനോഹരമായ സ്ക്രിപ്റ്റ്, വളരെ റോ ആയിട്ട് എടുത്തേക്കണ പോലെ തോന്നി. വളരെ മനോഹരമായ സംഭവമായിരുന്നു. ദെൻ OTTയിൽ ഹിറ്റായ മറ്റൊരു സിനിമയാണ് സൈജു കുറുപ്പിൻ്റെ ഭരതനാട്യം. പറയാണ്ടിരിക്കാൻ പറ്റില്ല, എല്ലാവരും എടുത്തെടുത്ത് പ്രശംസിച്ച ഒരു സിനിമ. എനിക്കൊന്ന് സൈജു കുറുപ്പിന് അത്യാവശ്യം നല്ല മൈലേജ് ആ സിനിമ കൊണ്ട് ഉണ്ടായിരുന്നു. സൈജു കുറുപ്പിന് പ്രത്യേകിച്ച് ഈ സിനിമ കൊണ്ട് മൈലേജ് ഉണ്ടാവണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ബട്ട് ആസ് എൻ ആക്ടർ പുള്ളിക്ക് അടിപൊളിയായിട്ട് ഒരു റീച്ച് കിട്ടിയ ഒരു മനോഹര ചിത്രം തന്നെയായിരുന്നു ഓഫ് കോഴ്സ് ഭരതനാട്യം. ദെൻ കൽബ് എനിക്കറിയില്ല എവിടെ നിന്നോ നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളെല്ലാം വന്നു. പക്ഷേ കൽബിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. കൽബ് പേഴ്സണലി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമ്മുടെ ഗോളത്തിലെ ഹീറോയുടെ രഞ്ജിത്ത് സജീവിൻ്റെ സിനിമയായിരുന്നു. വളരെ മനോഹരമായിട്ട് രഞ്ജിത്ത് സജീവ് ചെയ്യുകയും ചെയ്തു. രഞ്ജിത്ത് സജീവ് മാത്രമല്ല, നായികയും നന്നായിട്ട് ചെയ്തു. സിദ്ദിഖിൻ്റെ കിടിലം പെർഫോമൻസ്,
കൽബ് ഡെഫിനറ്റ്ലി കൽബിൽ ഇടം നേടിയ സിനിമ തന്നെയാണ്. ദെൻ ഡയറക്റ്റ് OTT സിനിമ, ഇതിനോടൊപ്പം എനിക്ക് പറയണം തോന്നി ഒരു സിനിമ കൂടെയുണ്ട്. ഈ OTTയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ ഗോളം പറയുമ്പോൾ അതും പറഞ്ഞു അഗാതോ കാക്കലോച്ചിക്കലിൻ്റെ ആ ഒരു സിനിമ എനിക്ക് പേഴ്സണലി കണക്റ്റായ സിനിമയാണ്, ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതും ഈ കൽബിനൊപ്പം തന്നെ പറയേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്താണ് ഹെർ. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായുള്ളൂ സിനിമ ഇറങ്ങിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാനതിൻ്റെ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അതും നല്ല രസമായിട്ട് പോയൊരു സിനിമയാണ്. പോസിറ്റീവ് വന്നിട്ടും തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമകളാണ് ലെവൽ ക്രോസ് ഞാൻ കണ്ടു. എനിക്ക് മനോഹരമായിട്ട് കണക്ട് ചെയ്ത സിനിമയാണ്. എന്തുകൊണ്ട് അത് തിയേറ്ററിൽ ഫ്ലോപ്പായി എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു പിടിയും കിട്ടിയിട്ടില്ല. കാരണം ട്വിസ്റ്റ് എല്ലാം നല്ല രസമായിരുന്നു. അവസാനം ട്വിസ്റ്റുകൾ കൂടിപ്പോയതാണോ പറ്റിയെന്ന് എനിക്കറിയില്ല. എനിവേ രുധിരം ഞാൻ കണ്ടിട്ടില്ല. രുധിരം വളരെ ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് റെസ്പോൺസ് എല്ലാം കിട്ടിയ സിനിമയാണ്. എനിക്കൊന്ന് RB ഷെട്ടിയൊക്കെ ഉണ്ടെന്നാണ് അതിനകത്ത്. RB ഷെട്ടി അല്ല, ഋഷഭ് ഷെട്ടിയുടെ ഒരു ഒക്കെയാണ് അതിനകത്ത്. ഋഷഭ് ഷെട്ടി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അത് പടം എത്രത്തോളം കളക്ട് ചെയ്തു അല്ലെങ്കിൽ അത് ഫ്ലോപ്പായ സിനിമയാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ഞാൻ കണ്ടിട്ടില്ല, അത് തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു. ദെൻ ഫാമിലിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു. ഫാമിലി മനോഹരമായൊരു സിനിമയാണ്, തിയേറ്ററിൽ പക്ഷേ ഫ്ലോപ്പാണ്. പക്ഷേ മനോഹരമായിട്ട് എഴുതിയ ഒരു സ്ക്രിപ്റ്റ്, മനോഹരമായിട്ടുള്ള എക്സിക്യൂഷൻ, നമ്മുടെ ഡിജോയുടെ ആ ഒരു സ്റ്റൈലിലൊക്കെ ഒരു സംഭവം. ഡോൺ പാലത്തറയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള വർക്കായിരുന്നു. ദെൻ പെരുമാനി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയും. പെരുമാനി കാണണം. പെരുമാനി OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദെൻ CID രാമേന്ദ്രൻ റിട്ടയർഡ് SI തിയേറ്ററിൽ ഫ്ലോപ്പാന്നാണ് പറയുന്നത്. പക്ഷെ നല്ല രസമുള്ള സിനിമയായിരുന്നു. OTT ഏതായാലും കുറേ ആളുകൾ ഏറ്റെടുത്ത സിനിമയാണത്. ജനനം 1947, പ്രണയം തുടരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ വന്ന സിനിമയാണ്. പക്ഷെ അത് തിയേറ്ററിൽ ഫ്ലോപ്പായി. കാരണം വലിയ താരനില ഉണ്ടാവാത്ത സിനിമയായിരുന്നു. വിശേഷം വളരെ മനോഹരമായിട്ട് എഴുതിയ സിനിമയാണ്. വളരെ മനോഹരമായിട്ട് എഴുതി എക്സിക്യൂട്ട് ചെയ്ത സിനിമയാണ്. നമ്മുടെ കണ്ണ് നിറയുന്ന കുറച്ച് മൊമെൻറ്റ്സൊക്കെ അറ്റ്ലീസ്റ്റ് റിലേറ്റബിൾ ആയിട്ടുള്ള ആളുകൾക്കെങ്കിലും കണക്ട് ചെയ്യുന്ന വളരെ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് വിശേഷം പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് അത് വളരെ മനോഹരമായ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദെൻ പാരഡൈസ് എനിക്കറിയില്ല, അതായത് തണുപ്പ്, ഇതും ഞാൻ കേട്ടിട്ടില്ല സിനിമ. മിക്സഡ് ആവറേജ് വന്നിട്ടും തിയേറ്ററിൽ ഫ്ലോപ്പായ ലിസ്റ്റാണ് ഞാൻ അടുത്ത് പറയുന്നത്. ആനന്ദ് ശ്രീബാല ഞാൻ കണ്ട സിനിമയാണ്. ആനന്ദ് ശ്രീബാല വളരെ മനോഹരമായൊരു സിനിമയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് സംഗീത ഒരുപാട് നാൾക്ക് ശേഷം തിരിച്ചു വന്ന ഒരു സിനിമ. അല്ലെങ്കിൽ അർജുൻ അശോകൻ്റെ പെർഫോമൻസ് ആണെങ്കിലും കിട്ടില്ലമായിരുന്നു. എനിക്ക് ആനന്ദ് ശ്രീബാല വളരെ മനോഹരമായിട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. അത് തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയാണ്, എങ്കിലും സൂപ്പറായിരുന്നു. ദെൻ പഞ്ചായത്ത് ചെട്ടി ഈ കഴിഞ്ഞ ദിവസമാണ് OTT റിലീസ് ചെയ്തത്. അത് കണ്ടു. പഞ്ചായത്ത് ചെട്ടിയുടെ പ്രശ്നം എനിക്ക് തോന്നിയത് മറിമായം ടീമിൻ്റെ സിനിമയാണ്. അതായത് നമ്മുടെ മണികണ്ഠൻ പട്ടാമ്പിയുടെയും പിന്നെ ഖാദർ ഹസൻ, സലീം ഹസൻ ഇവർ രണ്ടുപേരും, അതായത് സലീം ഹസനാണെന്നുണ്ട് ഇതിനകത്ത് ഹീറോ. എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും ഉണ്ട് ഇതിനകത്ത്. ഏറ്റവും വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. കുറേ സംഭവങ്ങൾ കാണും. പക്ഷേ പ്രശ്നം വെച്ചാൽ ഭയങ്കരമായിട്ട് വലിഞ്ഞ് നീണ്ടുപോയ പോലെ തോന്നി. ഈ മറിമായ ഒരു 25 മിനിറ്റിലല്ല ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പായിട്ട് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നാവും. ഇത് കുറച്ച് വലിഞ്ഞ് 2-2.5 മണിക്കൂറിൽ 2.25 മണിക്കൂറിലേക്ക് പോയപ്പോൾ കുറച്ച് കോമഡീസൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വലിഞ്ഞു പോകണ പോലെ തോന്നി. പക്ഷേ വളരെ നൈസർഗികമായിട്ട് അല്ലെങ്കിൽ വളരെ തന്മയത്വത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആക്ടേഴ്സ് എല്ലാം ഉണ്ടല്ലോ മറിമായത്തിൽ. അപ്പോൾ എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. കുറേ നല്ല മൊമെൻറ്റ്സ് തന്ന സിനിമ തന്നെയാണ്. പക്ഷേ കുറേ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ക്രിസ്പാക്കി ആയിരുന്നെങ്കിൽ നന്നായി പോകേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി പഞ്ചായത്ത് ചെട്ടി തോന്നിയത്. ദെൻ നടന്ന സംഭവം എന്നെ സംബന്ധിച്ച് ഒരു സംഭവം ഇല്ലാത്തൊരു സിനിമ. പേഴ്സണലി ഒട്ടും എനിക്ക് കണക്റ്റ് ആവാത്ത സിനിമയാണ് നടന്ന സംഭവം. ബിജുമേനോൻ എന്തിനാ സിനിമ ചൂസ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും പിടിയിട്ടില്ല. എന്തായാലും അവരെന്താ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒട്ടും കണക്റ്റ് ആവാത്ത സിനിമ. ദെൻ അഡിയോസ് അമീഗോ, ടു ബി ഓണസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അത് ആസിഫ് അലിയും ദെൻ സുരാജ് വെഞ്ഞാറമ്മൂൻ്റെ സിനിമ. എന്ത് രസമായിട്ടാണ് ആസിഫ് ചെയ്തത്. അതിന് ആസിഫ് മാത്രമല്ല, സുരാജ് ഓഫ് കോഴ്സ് ഇവർ രണ്ടുപേരും മത്സരിച്ച് ചെയ്യേണ്ടി വരും. ഈ സുരാജിൻ്റെ ഒപ്പം പിടിച്ചേക്കണമെങ്കിൽ തന്നെ ആസിഫ്. എനിക്ക് അവസാനം സുരാജും ആസിഫും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതായത് പൈസ കൊടുത്തിട്ട് ആ സാധനം എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം അത്ര മനോഹരമായിട്ട് അത് എടുത്തേക്കണ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ദെൻ ടർക്കിഷ് തർക്കം OTTക്ക് വെയിറ്റ് ചെയ്യാണ്, കാണാൻ പറ്റിയില്ല. പവി കെയർടേക്കർ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പവി കെയർടേക്കറിൽ കുറേ തലയിൽ ഈ പഞ്ചസാര പൊടിയോ അല്ലെങ്കിൽ മാവ് പൊടിയും അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ ഇടുന്ന കുറേ കൂതറ വിറ്റുകൾ, അതായത് ഏകദേശം പണ്ടത്തെ ആ ഒരു പഞ്ചാബി ഹൗസ് ടൈപ്പ് വിറ്റുകളാണ്. അതൊന്നും ഇപ്പോൾ ഏക്കില്ല.
അത് മിസ്റ്റർ ദിലീപ് എന്തായാലും നമ്മുടെ ദിലീപ് ഏട്ടൻ എന്തായാലും മനസ്സിലാക്കണമെന്ന് എനിക്ക് തോന്നണം. അത് മേ ബി അറ്റ്ലീസ്റ്റ് ഡയറക്ടറെങ്കിലും മനസ്സിലാക്കണം. ആ രീതിയിലുള്ള സംഭവങ്ങൾ തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റിൽ അവസാനിച്ച് കഴിഞ്ഞ ശേഷം എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് ദിലീപേട്ടൻ ചെയ്ത സിനിമയാണ് പവി കെയർടേക്കർ. എനിക്ക് എന്നിലെ പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തിയ സിനിമ തന്നെയാണ് പവി കെയർടേക്കർ. ഞാൻ പറഞ്ഞു ആദ്യത്തെ 10-15 മിനിറ്റ് കുറേ നോർമൽ ലോക്കൽ കോമഡികളുണ്ട്, അതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നല്ല രസമായിട്ട് പോയ സിനിമ. ദെൻ മലൈക്കോട്ടെ വാലിബനെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ, വളരെ മനോഹരമായ വിഷ്വൽസും വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത്, എസ്പെഷ്യലി മോഹൻലാലിൻ്റെ ആസ് എൻ ആക്ടർ കിടിലമായിട്ട് പെർഫോം ചെയ്ത സിനിമ. അതായത് ആ ഒരു റോളിന് വേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ട് പോട്ടെ, അതിപ്പോൾ ആരും അറിയേണ്ട കാര്യമില്ല. ബട്ട് ഇൻ എനി കേസ് മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഒരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു മലൈക്കോട്ടെ വാലിബനിൽ കാണാൻ പറ്റിയത്. സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായി. സിനിമ 29 കോടി രൂപയാണ്, 69 കോടി രൂപ മുടക്കിയ സിനിമ 29 കോടി രൂപ മാത്രമാണ് അൺഫോർച്ചുനേറ്റ്ലി കളക്ട് ചെയ്തത്. എനിവേ ബട്ട് ഇൻ എനി കേസ് എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. കുറച്ച് ഡ്രാഗിങ് അല്ലെങ്കിൽ എന്താണ് ആ സിനിമ ഡിമാൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്ത രീതിയാണ് പറ്റിപ്പോയത്. അതായത് വലിയ മാസും ക്ലാസ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒടിയൻ കൊണ്ടുവന്ന പോലെ ഏകദേശം ആ ഒരു ഹൈപ്പും ക്രിയേറ്റ് ചെയ്ത് റോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിരുന്നു ആ സിനിമയുടെ ഫ്ലോപ്പിന് മെയിൻ കാരണം. അല്ലെങ്കിൽ ഇത് IFFK കൊണ്ട് പ്രദർശിപ്പിച്ചിട്ട് അവിടെ നിന്ന് നൻപകലൊക്കെ വന്ന പോലെ വന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ സിനിമ കുറച്ചുകൂടി ഓഡിയൻസിലേക്ക് അക്സെപ്റ്റബിൾ ആയ രീതിയിൽ പോയാൽ. എങ്കിലും ഈ ഒരു വലിയ ഒരു 69 കോടി രൂപയൊക്കെ മുടക്കിയൊരു സിനിമ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് ആളുകളിലേക്ക് പൈസ കളക്ട് ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം ഡെഫിനറ്റ്ലി സംവിധായകനുണ്ട്. സംവിധായകൻ അതിനകത്ത് ഇപ്പോൾ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ് എന്ന് പറഞ്ഞാലും ശരി, ഇപ്പോൾ പൈസ മുടക്കുന്ന ആൾക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ള അവകാശം ഉണ്ടല്ലോ. അതിന് ഉതകുന്ന രീതിയിൽ കുറച്ചുകൂടി എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് സെക്കൻഡ് പാർട്ട് എനിക്ക് തോന്നുന്നു ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി കണക്ട് ചെയ്ത് ഒരു ചെറിയ ക്രിസ്പായിട്ട് 2-2.5 മണിക്കൂറിൽ ഈ 2 പാർട്ടോടെ കണക്ട് ചെയ്ത് ഇറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹിറ്റാവേണ്ട സിനിമ. എനിവേ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെക്കുറിച്ച് പറയാണെങ്കിൽ ഒരുപാടുണ്ട്. ദെൻ നെക്സ്റ്റ് സിനിമ പാലും പഴവും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും OTT ഇറങ്ങി കഴിഞ്ഞ ദിവസം വളരെ മനോഹരമായ സിനിമയായിരുന്നു. കുറച്ച് വെറൈറ്റി കണ്ടൻ്റൊക്കെ ഉള്ള മനോഹരമായ സിനിമ. ദെൻ സ്വർഗം ഈ അടുത്താണ് തിയേറ്ററിൽ ഇറങ്ങിയത്, പക്ഷേ ഞാൻ എൻ്റെ OTT ഞാൻ പടം കണ്ടിട്ടില്ല. ലിറ്റിൽ ഹാർട്സ് സാന്ദ്ര തോമസിൻ്റെ പ്രൊഡക്ഷനിൽ വന്ന സിനിമ. ലിറ്റിൽ ഹാർട്സ് ഒരു പരിധി വരെ ഫസ്റ്റ് ഹാഫൊക്കെ നല്ല രീതിയിൽ കണക്റ്റായ കോമഡികളെല്ലാം ഉണ്ടായിരുന്ന സിനിമയാണ്. ബട്ട് സെക്കൻഡ് ഹാഫിൽ ആ സിനിമ വേറെ ഏതോ താളം പിടിച്ച് അല്ലെങ്കിൽ പുരോഗമനം ഒക്കെ അല്ലെങ്കിൽ പറയാൻ നോക്കി ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ ന്യൂ ട്രെൻഡിനനുസരിച്ച് കൊണ്ടുവരാൻ നോക്കിയതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ പാളിപ്പോയി. എസ്പെഷ്യലി അവസാനമൊക്കെ കുറച്ച് നല്ല തട്ടിക്കൂട്ടായിട്ടാണ് ഫീൽ ചെയ്തത് ലിറ്റിൽ ഹാർട്സ്. കനകരാജ്യം എന്നെ സംബന്ധിച്ച് കനകരാജ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസാണ്. എന്ന് വെച്ച് ഭയങ്കര പ്രൊഡിക്റ്റബിലിറ്റിയാണ്. നമ്മൾ എന്ത് സംഭവിക്കുന്നൊക്കെ ഏകദേശം ഒരു 10-40 മിനിറ്റ് മുന്നേ തന്നെ ഏകദേശം മനസ്സിലാവും. ദെൻ ഇന്ദ്രൻസ് ഉണ്ട് അതിനകത്ത്. ദെൻ മുരളിഗോപിയുടെ ആക്ടിങ് അതിനകത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മുരളിഗോപി സൂപ്പറായിട്ട് ആ റോള് കൈകാര്യം ചെയ്തു. ശർമാജി ഉണ്ട്. ദെൻ ഇന്ദ്രൻസും ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് ചെയ്ത പോലെ തോന്നി. ദെൻ ഇങ്ങനെ ഇതാണ് കംപ്ലീറ്റ്ലി ബ്രഹ്മയുഗം. ഞാൻ ബ്രഹ്മയുഗം ഇതിനകത്ത് പറയാൻ മറന്നുപോയി തോന്നുന്നു. ഞാൻ ബ്രഹ്മയുഗം പറയാൻ മറന്നുപോയി. ബ്രഹ്മയുഗം എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ ഞെട്ടിക്കുന്ന മമ്മൂക്കയുടെ കിട്ടില്ല ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബ്രഹ്മയുഗം കിട്ടില്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടും 10-70 കോടി രൂപ കളക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ആ സിനിമയുടെ റേഞ്ചും അല്ലെങ്കിൽ ആ സിനിമ അല്ലെങ്കിൽ ആ ഒരു ആക്ടറിൻ്റെ പെർഫോമൻസും എല്ലാം കൊണ്ട് എലിവേറ്റ് ആയി. അല്ലെങ്കിൽ രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടറിൻ്റെ മിടുക്ക് തന്നെയാണ്. വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത് അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ടത് തോന്നിയത് നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ആക്ടിങ്ങും ഡെഫിനറ്റ്ലി മമ്മൂക്കയുടെ ഒപ്പം തന്നെ കിട്ടിലുമായിട്ട് പെർഫോം ചെയ്ത ഒരു റോളായിരുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് 2024 700 കോടി രൂപയുടെ നഷ്ടമൊക്കെ ഉണ്ടായി എന്ന് പറയുമെങ്കിലും ഓഫ് കോഴ്സ് ബട്ട് മലയാള സിനിമയ്ക്ക് ഒരു വളരെ സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു കൊല്ലം തന്നെയായിരുന്നു കഴിഞ്ഞ കൊല്ലം. മലയാള സിനിമകൾ കേരളത്തിൽ പുറത്തേക്ക് അറ്റ്ലീസ്റ്റ് മാർക്കോയൊക്കെ ഇപ്പോൾ ഇറങ്ങി. മാർക്കോയൊക്കെ വളരെ ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഉണ്ണിമൂന്നിന് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ലെവലിലേക്കൊക്കെ വളരാൻ സാധിക്കുന്ന രീതിയിൽ മലയാള സിനിമകൾ ആളുകൾ കണ്ടു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായ കാര്യം. അല്ലെങ്കിൽ ആവേശവും അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സും പ്രേമലും ഇതൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്ത സിനിമകളാണ്. ഇനി വരുന്ന ഈ 2025 ഒരുപാട് പ്രതീക്ഷയ്ക്ക് വക തരുന്ന ഒരുപാട് കിട്ടില്ല സിനിമകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കിട്ടില്ല സിനിമകളാണ് വരുന്നത്. അതിപ്പോൾ എല്ലാ സ്റ്റാർസിൻ്റെയും ഉണ്ട്. അപ്പോൾ
2025 അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഐഡൻറ്റിറ്റി വളരെ നല്ലൊരു റെസ്പോൺസോടുകൂടി സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2025 ഇതുപോലത്തെ കിടിലൻ സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ഇത്രയുമാണ് അത് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.